ശരിക്കും പാലൊരു കംപ്ലീറ്റ് ഫുഡാണ് എന്നുള്ളതാണ് നേരത്തെ തൊട്ടേ നമ്മൾ കേട്ടേക്കുന്നത്. അത് ശരിയാണ്. അത് നമ്മളില്ലെന്ന് പറയുന്നത്. കാരണം എല്ലാത്തരം വൈറ്റമിൻസും മിനറൽസും പിന്നെ പ്രോട്ടീൻസും ഒക്കെ കാർബോഹൈഡ്രേറ്റും എല്ലാം അടങ്ങിയ ഒരു കാര്യമാണ്, ഒരു ഫുഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അത് നമുക്ക് വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും പാല് കുടിച്ചാൽ തന്നെ അതിനകത്ത് ഭൂരിഭാഗം പോഷകങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് 60% ആൾക്കാർക്കാണ്. 40% ആൾക്കാർക്ക് ഇത് പറ്റില്ല. ഇപ്പോൾ വെരിക്കോസ് അൾസർ ഉള്ള ആളുകൾക്ക് പാലിൻ്റെ കണ്ടൻറ്റ് കയറിയ ചൊറിഞ്ഞ് പൊട്ടി ആകെ പൊട്ടി ഒലിക്കും. അതേപോലെ ബ്ലോട്ടിങ്, ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്, കീഴ്വായു പ്രശ്നമുള്ളവരുണ്ട്, മലബന്ധ പ്രശ്നമുള്ളവരുണ്ട്, നെഞ്ചെരിച്ചിലും പുളിച്ചു കെട്ടലുള്ളവരുണ്ട്. ഇവർക്കൊന്നും പാല് ഒരു തുള്ളി പോലും ഉള്ളിൽ പോകാൻ പാടില്ല. അതേപോലെ സ്കിൻ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, ഈ പറയുന്ന സോറിയാസിസ് കണ്ടീഷൻ, എക്സിമ കണ്ടീഷൻസ്, ഡെർമറ്റൈറ്റിസ് കണ്ടീഷന്, ഇതിനൊക്കെ പാല് പറ്റില്ല. അതേപോലെ തന്നെ ഈ ആങ്സൈറ്റി ലെവൽ കൂടുന്നു, ഡിപ്രഷൻ കൂടുന്നു, തലവേദന ഉണ്ടാകുന്നു, ഇവർക്കും പാല് പറ്റില്ല. അപ്പം തൈറോയ്ഡ് ബുദ്ധിമുട്ടുകളിൽ, ഹോർമോണൽ വേരിയേഷൻ, തൈറോയിഡൈറ്റിസ് കണ്ടീഷൻ, ഈ ഹോർമോൺ പ്രശ്നത്തിനകത്ത് ഈ ഗുളികയുടെ എബ്സോർപ്ഷൻ പോലും ഈ പാല് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഡാമേജ് ഉണ്ടാക്കുന്നൊരു കാര്യം കൂടിയാണ് ഈ പാല്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ പാല് കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പാല് ഏറ്റവും വലിയൊരു വിഷമായി മാറും. അതുകൊണ്ട് കംപ്ലീറ്റ് പോഷകമൊക്കെ ശരിയാണ്, പക്ഷെ ആർക്ക് എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം പാല് പ്രൊസീഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ഡാമേജ് ഉണ്ടാക്കും.